ഹായ് ഹലോ. ഇപ്പൊ നമ്മുടെ സിനിമ നടൻ മുകേഷ് ഒരുപാട് നമ്മുടെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഒരു നടനാണ് മുകേഷ് എന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോള് ഏറ്റവും കൂടുതൽ അധികം ഈ ഫോൺ കോളിലുള്ള ട്രോള് നേടുന്നൊരു നടനാണ് മുകേഷ്. നമുക്കറിയാം കൊല്ലത്തുള്ള MLA കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലെ ഞാൻ ഇതുപോലൊരു വീഡിയോ കാണാനിടയായി. കാരണം വെച്ചാൽ അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടോട്ട്. ഇപ്പൊ ഇറങ്ങിയ വീഡിയോ എന്ന് പറഞ്ഞാല് മനഃപൂർവ്വം അത് ഇപ്പം പറഞ്ഞില്ലേ, അപ്പൊ പുള്ളി അവഹേളിക്കാൻ വേണ്ടിട്ട് ഞാൻ പുള്ളി സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരാളാണ്. പുള്ളി അവഹേളിക്കാനായിട്ട് വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുള്ള. നെക്സ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കും. പറഞ്ഞു 3 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ല. അല്ല, ഞാൻ വിളിക്കുന്ന ഇയാളല്ലേ വിളിക്കാൻ പറഞ്ഞത്. അടിയും കൊള്ളും കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക് എന്ന് പറയുമ്പം ഞാൻ വിളിക്കുമെന്ന് പറയും. അല്ല സാറേ, ഉത്തർപ്രദേശിലെ കാര്യം ചോദിക്കാനാണ്. ഉത്തർപ്രദേശിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത്? ഹലോ, ഉത്തർപ്രദേശിലാണെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അപ്പൊ സാറിനൊന്ന് ഇടപെട്ടൂടെ? പാവങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ. എവിടെ വീട്? ഞാൻ മണിപ്പൂരിൽ നിന്നാണ്. മണിപ്പൂരോ? ഓ, മണിപ്പൂരിലാണോ ഇയാള് ഉള്ളത്? ഓ. ഇയാളുടെ പേരെന്തുവാ? എന്റെ പേര് ഭഗത് സിംഗ്. ഭഗത് സിംഗോ? ഓ. നാട്ടിലെവിടെയാ? അയ്യോ, ഞാൻ ഈ സ്ഥലം അറിയില്ല സാറേ. ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല. നാട്ടിലെവിടെ? കേരളത്തിലെവിടെയാണെന്ന്? ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല. നിനക്ക് നിന്റെ അച്ഛനെ അറിയാവോ? അതാരാ? നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ? പിന്നെങ്ങനെയാ നീ കേരളം അറിയുന്നത്? നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവോ? ഫാദർ. കോൺ സാ ഫാദർ? ഓടാ. ഓക്കെ, കണ്ടല്ലോ. അപ്പൊ നൈസായിട്ട് അവിടെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ വിളിച്ച ചെറുക്കന്മാരെ പയ്യന്മാരെ തന്തയ്ക്ക് വിളിക്കിട്ടുണ്ട് നൈസായിട്ട്. കാരണം അത് അസഭ്യ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. കാരണം വെച്ചാല് ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൊല്ലത്തുള്ള ഒരു MLA എങ്ങനെ പറയാൻ പറ്റും? നിലവിലുള്ള കേരളത്തിന്റെ 140 നിയോജകമണ്ഡലത്തില് നമ്മുടെ കൊല്ലത്തുള്ള നിയോജകമണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA എങ്ങനെ അറിയാൻ പറ്റും? കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ചെളിവാരത്തേക്കോ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് അങ്ങനെ ഉള്ള കുറെ ആളുകളുണ്ട്. കാരണം വെച്ചാല് ഈ പുള്ളിയെ തെളിച്ച് ചെളിവാരത്തേക്കുക, അല്ലെങ്കിൽ ട്രോളുകൾ കൊണ്ട് നിറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള മനഃപൂർവ്വമായിട്ടുള്ള കരുവാരത്തേക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്ന ഒരു ആവാസമാണ് ഇതെന്ന് പറയുന്നത്. കാരണം അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം വെച്ചാൽ 3 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കും പുള്ളി കോൾ എടുത്തത്. അത് ഉടനെ പറയാം ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിക്കുന്നത്, ഞാൻ മണിപ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതിനൊക്കെ പിന്നെ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വ്യക്തമായിട്ടുള്ള മറുപടി. അതിനകത്ത് അസഭ്യാസം ഉപയോഗിച്ചിട്ടില്ല. സ്വന്തം അച്ഛൻ ആരാന്ന് ചോദിച്ചപ്പോ അത് അറിയത്തില്ലെന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ ചോദിക്കുക. അപ്പം ഇതെനിക്ക് തോന്നുന്നു ഇത് നീ സത്യസന്ധമായ വീഡിയോ ആണെന്ന് എനിക്കറിയത്തില്ല. മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഇത് കാരണം പുള്ളിയുടെ സൗണ്ടാണ് അതിനകത്ത്. ഓഡിയോ ആണ്, നമുക്ക് വീഡിയോ കിട്ടിട്ടില്ല, ഓഡിയോ ആണത്. അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ മുതലേ കണ്ട് ഒരു പുള്ളി ഫസ്റ്റ് ടൈമിൽ MLA ആയപ്പോ മുതലേ ഇതുപോലൊരു കോള് പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മുകേഷ് എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ ഒരാളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് വരും എന്ന് കണ്ട് മനഃപൂർവ്വം ഇതിനെ മുതലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടൽ പരാക്രമങ്ങൾ ചെയ്തതാണെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം മനഃപൂർവ്വം ഒരാളെ കരുവരുത്തേക്കാൻ വേണ്ടി. കാരണം വെച്ചാല് ഇപ്പൊ നമ്മള് സുരേഷ് ഗോപി MPയെ പുറകെ നടന്ന് ഇതുപോലെ മീഡിയക്കാര് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ വായി നിന്നിൽ വീഴുന്നുണ്ടോ നോക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മുകേഷിന്റെ കാര്യം പറഞ്ഞാൽ. കാരണം മുകേഷ് ഫോൺ എടുത്ത് ഇപ്പൊ രാത്രി 11 മണിക്കൊക്കെ ആയാലും അയാളെ പിടിച്ചാൽ ഇവിടെ യാതൊരു കാര്യമില്ല. രാത്രി 11 മണിക്കായാലും ഒരു മനുഷ്യനല്ലേ, ഉറങ്ങേണ്ട സമയമുണ്ടല്ലോ. ഞാൻ പുള്ളി ന്യായീകരിച്ച് പറയുന്നതല്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നേ, അതുകൊണ്ട് ഇത് പ്രതികരിച്ചതേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ട്രോള് കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പുള്ളിയെ മനഃപൂർവ്വം ചെയ്യുന്നൊരു പരിപാടിയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിനകത്ത് കേട്ടോ. മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയാണ് ഇത്. വളരെ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. കാരണം വെച്ചാല് പുള്ളി അത് പ്രതികരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതെന്തായാലും ശരിയായ പരിപാടിയല്ല. എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ.